ഈ സ്ഥലത്തിന്റെ പേരെടാ? പൂനെ മാർക്കറ്റ്. പൂനെ മാർക്കറ്റ്. പൂനെ മാർക്കറ്റിന്റെ എൻട്രൻസ് അല്ലേ? അതോടെ കയറി പോകണം. ഇപ്പം നമ്മൾ മിനിഞ്ഞാന്ന് കൊണ്ട് വണ്ടി പാർക്കിങ്ങിലിട്ടു. ഇന്നലെ ഇല്ലായിരുന്നു ലോഡ്. അപ്പം ഇന്നാണ് നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി പൂനെ മാർക്കറ്റിൻ്റെ എൻട്രൻസ് ഭാഗത്ത് വന്ന് നിൽപ്പുണ്ട്. ഇതാണ് പൂനെ പട്ടി. പൂനെ മാർക്കറ്റാണ്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് രാവിലെയാണ്. അതുകൊണ്ട് ആൾക്കാരൊന്നും എഴുന്നേറ്റില്ല. കട തുറന്ന് വരുന്നതേ ഉള്ളൂ. എത്തിയിട്ടേക്കുവാണ്. ഇപ്പം അവിടുന്ന് പോവുകയാണ്. ഇതാണ് മാർക്കറ്റ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കുറേ ഉണ്ട്. ഇതുവഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഞങ്ങൾ പോവുകയാണ്. വിട പറഞ്ഞു. നമ്മളിപ്പോൾ മെയിൻ റോഡിലോട്ട് കയറി. ഇവിടെ മലമുറി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നറിയാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. നമ്മൾ കർണാടകയിലാണുള്ളത്. നേരം വെളുത്ത് ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ വണ്ടി 2 മണിക്കൂർ നേരം നിർത്തിയിട്ടായിരുന്നു. കുറച്ച് നേരം ഡ്രൈവർ ഉറങ്ങാനായിട്ട്. അതിലേക്ക് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിലെ ഏതോ ഒരു സ്ഥലത്താണ്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. സൂര്യൻ തിരിച്ചു വരുന്നു. ഗോൾഡൻ നിറം. നമ്മളിപ്പോൾ ബെൽഗാവി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ മുഴുവനും ലോറികളാണ് പോകുന്നത്. നിറയെ പൈൻമരങ്ങളാണ്. അടുത്ത കൃഷിയിടം നോക്കി കൂടി എന്തോ നട്ടുവരുന്നുണ്ട്. എന്നെങ്ങാണ്ടാ പറയുന്നത്. ഐ ലവ് ബെൽഗാവി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പാലസൊക്കെ പോലെ തോന്നുന്നു. അതിൻ്റെ അടുത്ത് വേണ്ട ബിൽഡിംഗ് ഇല്ല. ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു കണ്ടിട്ട് പുതിയ പോലെ തോന്നല്ലടാ. കാറൊക്കെയാണ് പറപ്പിക്കാല്ലേ. ആ വണ്ടി നിർത്തിയിട്ടില്ലേ? അവിടെ എഴുതിയിട്ടുണ്ട് 100. ഒരു തിരിയുന്ന വഴിയാണിത്.
ഇതേ ഓടൊക്കെ മേഞ്ഞ വീടുകളാണത്. നോക്കിയേ, നമ്മുടെ പഴയ കാലത്തെ കേരളത്തിലെ പോലെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോഴും കർണാടകയിലെ പല ഗ്രാമസ്ഥലത്തും കൂടെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കും. വരുന്നേ ഉള്ളൂ കൃഷിയൊക്കെ. ഇവിടുത്തെ ഒരു ലോഡ്ജാണ്. ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കടല് കാണിക്കണ കടല്
കാണുന്നതാണ് കൊല്ലൂർ റിവർ. അപ്പോൾ കൊല്ലൂർ പുഴയുടെ തീരത്തോടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഇതാണ് കൊല്ലൂർ പാലം. കൊല്ലൂർ പാലത്തിൽ കൂടെ വണ്ടി ഓടിക്കുന്നു ഷായുടെ മോൻ ഉണ്ടി. അതിൻ്റെ അപ്പുറത്ത് ഉണ്ടി. ഇഷ്ടം പോലെ തെങ്ങുകളുണ്ടല്ലോ ഇവിടെ. നോക്കിയേ, നമ്മുടെ കേരളത്തെക്കാളുമേ എന്ത് തെങ്ങാൻ വയ്ക്കും. ഇതാണ് കണ്ടൽക്കാട്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. കാണിച്ചു തരാം. ഇത് സവോളയാണ് നമ്മൾ കയറ്റിയ ലോഡ്. ഇത്രയും വെറൈറ്റി ഷാപ്പ് ഞാൻ കണ്ടിട്ടില്ല.